രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി സഹോദരൻ പൗലോസ് എന്തിനാണ് കുറ്റം ഏറ്റെടുത്തതെന്ന് അറിയില്ലെന്നും മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളായിരിക്കാമെന്നും സഹോദരൻ മീഡിയ വണ്ണോട് വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്നതിന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പോലീസിന് വെല്ലുവിളിയായാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൂടരഞ്ഞിയിലും കോഴിക്കോടും രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. എന്നാൽ മുഹമ്മദ് അലി ഇങ്ങനെയൊരു കൊലപാതകം ചെയ്യില്ല എന്ന് സഹോദരൻ പൗലോസ് ഉറപ്പിച്ച് പറയുന്നു. കൂടരഞ്ഞിയിലെ ആൾ മരിച്ചത് തോട്ടിലെ വെള്ളത്തിൽ വീണിട്ടാകാമെന്നും മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാകുമെന്നും സഹോദരൻ പൗലോസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. 14 വയസ്സൊന്നും അവനിവിടെ ഇല്ല. അത് അവൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. 14 വയസ്സിലൊന്നും അവനിവിടെ ഇല്ല. പുള്ളിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ചെറിയ തകരാറുണ്ടെന്ന് ഉണ്ട്. കൂടരഞ്ഞിയിൽ 33 വർഷം മുൻപ് ഒരാൾ മരിച്ചു കിടന്നതിന് ഇന്നും സാക്ഷികളുണ്ട്. എന്നാൽ കൊലപാതകം നടന്നതായി ആർക്കും അറിയില്ല. ബോഡി കണ്ട് തോട്ടിൽ കിടക്കുന്ന കണ്ട് അതായത് ഒരുപാട് സമയം നിന്നില്ല. അന്നേരം ഞാനിങ്ങനെ പോയി. അത്രയുള്ള വേറെ സംഭവങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അതിനിടെ കോഴിക്കോടും കൂടരഞ്ഞിയും മരിച്ച രണ്ടുപേരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മരിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വെള്ളയിൽ ബീച്ചിൽ നടന്ന കൊലപാതകത്തിന്റെ അന്വേഷണത്തിനായി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അന്ന് തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് മുഹമ്മദ് അലി പറഞ്ഞ ബാബുവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. കൂടരഞ്ഞിയിലെ മരണം തിരുവമ്പാടി പോലീസാണ് അന്വേഷിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.